ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏൻസിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ആര്യ കാലഘട്ടം അല്ലെങ്കിൽ വേദ കാലഘട്ടം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഉള്ള സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ PYQ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആര്യ കാലഘട്ടം അല്ലെങ്കിൽ വേദ കാലഘട്ടം പഠിക്കുന്നതിന് മുൻപേ ജസ്റ്റ് ഒരു ത്രോ ബാക്ക് ആയിട്ട് ഇതിനു മുന്നേ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ചരിത്രം പഠിക്കാനായി റിട്ടൺ എവിഡൻസും ആർക്കിയോളജിക്കൽ എവിഡൻസും ആശ്രയിച്ചിരുന്ന ചരിത്രകാരന്മാർ ഇവയുടെ സ്വഭാവം അനുസരിച്ച് ചരിത്രത്തെ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി എന്നിങ്ങനെ തരംതിരിക്കുകയുണ്ടായി. ഇതിൽ റിട്ടൺ എവിഡൻസ് ഇല്ലാതിരിക്കുകയും ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ ബേസിസിൽ മാത്രം മനസ്സിലേക്ക് എടുത്ത കാലഘട്ടമാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ് എന്നിവ ഇവയ്ക്ക് കീഴിൽ വരുന്നവയാണ്. വളരെ വലിയൊരു കാലഘട്ടമായതിനാൽ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗത്തിനെ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം, മീസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. ഏകദേശം 10,000 BC മുമ്പുള്ള കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്ന കല്ലുകൾ അതുപോലെ ആയുധങ്ങളായി ഉപയോഗിച്ച് വേട്ടയാടിയിരുന്ന ഇത്തരം മനുഷ്യരുടെ കാലഘട്ടത്തിൽ നിന്നും ഏകദേശം 10,000 BC 5,000 BC ഇടയ്ക്ക് ജീവിച്ചിരുന്ന ചെറുതും മൂർച്ചയുള്ളതുമായ ശിലകൾ ഉപയോഗിച്ച് വേട്ടയാടിയ ഈ കാലഘട്ടത്തെ മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോലിത്തിക് ഏജ്, മൈക്രോലിത്തിക് ഏജ് അല്ലെങ്കിൽ സൂക്ഷ്മശിലായുഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇതിന് ശേഷം വന്ന BC 5000-നും BC 1800-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന നവീന ശിലായുഗ മനുഷ്യൻ മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുകയും ഒടുവിൽ ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ശിലായുഗം അവിടെ അവസാനിച്ചു. ചെമ്പും കല്ലും മനുഷ്യൻ ഒരുപോലെ ഉപയോഗിച്ചു തുടങ്ങിയതോടെ BC 1800 മുതൽ 1000 BC ഇടയ്ക്കുള്ള കാലഘട്ടം താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കുലിത്തിക് പീരീഡ് എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ചെമ്പും വെളുത്തീയം എന്നറിയപ്പെടുന്ന ടിൻ അല്ലെങ്കിൽ തകരം എന്നിവ ചേർത്തുണ്ടാക്കിയ ലോഹസങ്കരമായ വെങ്കലം അല്ലെങ്കിൽ ഓടുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് BC 3300-നും 1300-നും ഇടയ്ക്കുള്ള കാലഘട്ടമായിരുന്നു. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം ഇതിന്റെ കീഴിൽ വരുന്നവയാണ്. ശേഷം 1900 BC 1300 BC ഇടയ്ക്ക് വെച്ചാണ് ഈ സംസ്കാരവും ക്ഷയിക്കാൻ തുടങ്ങിയത്. പല കാരണങ്ങളും ഇതിന് ചരിത്രത്തിലുണ്ട്. അതിലൊന്നാണ് ആര്യന്മാരുടെ കടന്നുവരവും ആക്രമണവും. 1500 BC 600 BC ഇടയ്ക്കാണ് ആര്യന്മാരുടെ കാലഘട്ടം വരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ആര്യ കാലഘട്ടമാണ്. എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഏത് കാലഘട്ടമാണ്? ആര്യ കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ 4 വേദങ്ങളും രചിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ആര്യ കാലഘട്ടത്തെ വേദ കാലഘട്ടം എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ആര്യ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? എന്താണ് ആര്യ കാലഘട്ടം എന്ന് പറയുന്നത്? സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായ അടുത്ത കാലഘട്ടമാണ് ആര്യ കാലഘട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കാലഘട്ടത്തിലാണ് 4 വേദങ്ങളും രചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ കാലഘട്ടത്തെ നമ്മൾ വേദകാലഘട്ടം എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ഇൻഡോ ആര്യൻസ് ആണ് വേദിക് ടെക്സ്റ്റ് എഴുതിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പം എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ഇൻഡോ ആര്യന്മാരാണ് ഈ ഒരു വേദിക് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ വേദിക് പുസ്തകങ്ങളൊക്കെ എഴുതിയെന്നാണ് പ്രധാനമായിട്ടും കരുതപ്പെടുന്നത്. ഓക്കെ, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്നുമാണ് എന്നത് പല ചരിത്രകാരന്മാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സോ അതൊക്കെ നമ്മളൊരു തിയറീസ് ആയിട്ട് എന്താണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തിയറീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, അതിലാദ്യം വരുന്നതാണ് ആര്യൻ മൈഗ്രേഷൻ തിയറി. എന്താണ് ആര്യൻ മൈഗ്രേഷൻ തിയറി? ഈ തിയറി എന്താണ് പറയുന്നത്? സൗത്ത് സൈബീരിയയിൽ നിലനിന്നിരുന്ന ആൻഡ്രോനോവോ കൾച്ചറിൽപ്പെട്ടവർ, എന്താണ് സൗത്ത് സൈബീരിയയിൽ നിലനിന്നിരുന്ന ആൻഡ്രോനോവോ കൾച്ചറിൽപ്പെട്ടവർ ആദ്യം ഹിന്ദുക്കുഷ് മലനിരകളുടെ വടക്കു ഭാഗത്തായിട്ട് വരികയും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. സോ നമ്മളിവിടെ ഒരു പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ഭൂപടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൗത്ത് സൈബീരിയ ഭാഗത്ത് നിന്നും എങ്ങോട്ടാണ് ആദ്യം ഹിന്ദുക്കുഷ് മലനിരകളുടെ അടുത്തേക്ക് വരുന്നു, അവിടെ നിന്നിട്ട് എങ്ങോട്ടാണ് അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ ഈ ഒരു ഭൂപടത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു തിയറിയാണ് ആര്യൻ മൈഗ്രേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ രണ്ട് ഭാഗത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ ഏകദേശം ഒരുപോലെയായിരുന്നു. കുതിരകളുടേതാണെങ്കിലും അതുപോലെ അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, അതുപോലെ അവിടെ നിന്ന് ലഭിച്ച വണ്ടി ചക്രങ്ങൾ, ശവസംസ്കാര രീതികൾ, ഇതൊക്കെ എന്താണ് ഒരുപോലെയായിരുന്നു. സോ അതുകൊണ്ടാണ് ആര്യൻ മൈഗ്രേഷൻ തിയറി മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. സോ ചരിത്രത്തിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഏതാണ്? ആര്യൻ മൈഗ്രേഷൻ തിയറിയാണ്. ഇതെന്താണ് പറയുന്നത്? സൗത്ത് സൈബീരിയയിൽ നിലനിന്നിരുന്ന ആൻഡ്രോനോവോ കൾച്ചറിൽപ്പെട്ടവരാണ് ആദ്യം ഹിന്ദുക്കുഷ് മലനിരകളുടെ വടക്കുഭാഗത്ത് വരികയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുകയും ചെയ്തു. ഇവരാണ് എന്താണ് ആര്യന്മാരായിട്ട് പിന്നീട് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്.
ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ ഏതൊക്കെയായിരുന്നു? കുതിരകൾ, പിന്നെ ആരാധനാ സമ്പ്രദായങ്ങൾ, പിന്നീട് അവരുടെ വണ്ടിച്ചക്രങ്ങൾ, പിന്നീട് ശവസംസ്കാര രീതികളൊക്കെ എന്താണ് ഏകദേശം ഒരുപോലെയായിരുന്നു ആ രണ്ട് ഭാഗത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ എന്ന് പറയുന്നത്. അതുപോലെ സൗത്ത് സൈബീരിയ ഭാഗത്ത് നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഏതാണ്? ആര്യൻ മൈഗ്രേഷൻ തിയറിയാണ്. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു മലനിരയുണ്ട്, അതാണ് ഹിന്ദുക്കുഷ് മലനിര എന്ന് പറയുന്നത്. സോ ഹിന്ദുക്കുഷ് മലനിര എന്ന് പറയുന്നത് ഏത് ഭാഗത്തായിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധ്യ ദക്ഷിണേന്ത്യയിലായിട്ട് എന്താണ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധ്യ ദക്ഷിണേന്ത്യയിലായി 800 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മൈൽ നീളമുള്ള ഒരു പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധ്യ ദക്ഷിണേന്ത്യയിലായി 800 കിലോമീറ്റർ നീളമുള്ള പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹിന്ദുക്കുഷ് എത്രത്തോളം വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന്, അല്ലേ? ദ നെക്സ്റ്റ് വൺ ആണ് സെൻട്രൽ ഏഷ്യൻ തിയറി. എന്താണ് സെൻട്രൽ ഏഷ്യൻ തിയറി? സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതുപോലെ യുറേഷ്യൻ പുൽമേടുകളിൽ നിന്നൊക്കെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പം എന്താണ് സെൻട്രൽ ഏഷ്യയിൽ നിന്നും യുറേഷ്യൻ പുൽമേടുകളിൽ നിന്നൊക്കെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്ന തിയറിയാണ് സെൻട്രൽ ഏഷ്യൻ തിയറി എന്ന് പറയുന്നത്. ഇതിന് തെളിവായിട്ട് അവർ എടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇന്ത്യൻ ആര്യൻസ്, അപ്പം എന്താണ് ഇന്ത്യൻ ആര്യൻസ് തയ്യാറാക്കിയ വേദിക് പുസ്തകങ്ങളിലെ ചില വാക്കുകളും അതുപോലെ സെൻട്രൽ ഏഷ്യയിലെ ഇറാനിയൻ പുസ്തകമായിട്ടുള്ളതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ഏഷ്യയിലെ ഇറാനിയൻ പുസ്തകമാണ് അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പാഴ്സികളുടെ മതഗ്രന്ഥം എന്നും അറിയപ്പെടുന്ന എന്താണ് ഈ അവസ്ഥ എന്ന പുസ്തകമാണ്. അപ്പം എന്താണ് പാഴ്സികളുടെ മതഗ്രന്ഥം എന്നറിയപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്ന ഇറാനിയൻ പുസ്തകത്തിലെ ചില വാക്കുകളും എന്താണ് തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് മനസ്സിലായി. ഇപ്പം എന്താണ് ഇൻഡോ ആര്യൻസ്, അതായത് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആര്യന്മാരെയാണ് നമ്മൾ ഇന്ത്യൻ ആര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ ആര്യൻസ് തയ്യാറാക്കിയ വേദിക് പുസ്തകങ്ങളിലെ ചില വാക്കുകളും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ ഇറാനിയൻ പുസ്തകമായ അവസ്ഥ എന്ന ഗ്രന്ഥത്തിലെ വാക്കുകളും തമ്മിൽ സിമിലാരിറ്റി ഉള്ളതായിട്ട് മനസ്സിലാക്കുകയും ഇതാണ് അവർ തെളിവായിട്ട് എടുക്കുകയും ചെയ്തത്. ഏത് തിയറിക്ക്? സെൻട്രൽ ഏഷ്യൻ തിയറിക്ക്. കൂടാതെ റീസെൻ്റ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിരുന്നു, DNA-യിൽ അവരൊരു സ്റ്റഡി നടത്തി. 2018 വൈ ക്രോമസോമിൽ നടത്തിയ സ്റ്റഡിയായിരുന്നു ദ ജീനോമിക് ഫോർമേഷൻ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നത്. സോ ഈ ഒരു സ്റ്റഡീസിൻ്റെ റിസൾട്ടിലും എന്താണ് ഈ തിയറി കുറച്ചുകൂടി ബലപ്പെടുത്തുന്നതായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സ് മുള്ളർ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആരാണ്? മാക്സ് മുള്ളർ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ചരിത്രകാരനാണ് എന്താണ് സെൻട്രൽ ഏഷ്യൻ തിയറി മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് സെൻട്രൽ ഏഷ്യൻ തിയറി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. സെൻട്രൽ ഏഷ്യ ഭാഗത്ത് നിന്നും യുറേഷ്യൻ പുൽമേടുകളിൽ നിന്നൊക്കെയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആര്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവരെ നമ്മൾ ഇന്ത്യൻ ആര്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ അതിനുശേഷം ഇന്ത്യൻ ആര്യൻസ് എന്ത് ചെയ്തു? വേദിക് പുസ്തകങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഈ ഒരു വേദിക് പുസ്തകങ്ങളിലെ ചില വാക്കുകളും അതുപോലെ തന്നെ ഇറാനിയൻ പുസ്തകമായ അവസ്ഥ എന്ന ഗ്രന്ഥത്തിലെ ചില വാക്കുകളും തമ്മിൽ സിമിലാരിറ്റി ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കിയെടുത്തിരുന്നു. ഈ ഒരു തെളിവിൻ്റെ അഭിപ്രായത്തിലാണ് മാക്സ് മുള്ളർ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ചരിത്രകാരൻ ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്, അതായത് സെൻട്രൽ ഏഷ്യൻ തിയറി എന്ന ഒരു തിയറി മുന്നോട്ട് വെച്ചത്. കൂടാതെ 2018 ഒരു റീസെൻ്റ് ആയിട്ടൊരു സ്റ്റഡി നടത്തി, DNA ബേസ്ഡ് സ്റ്റഡി നടത്തി. അതായത് വൈ ക്രോമസോമിൽ നടത്തിയ സ്റ്റഡി ആയിരുന്നു. അതിൻ്റെ നെയിമാണ് ദ ജിനോമിക് ഫോർമേഷൻ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നത്. സോ ഈ ഒരു സ്റ്റഡീസിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ തിയറി കുറച്ചുകൂടി ബലപ്പെടുത്തുന്നതാണെന്ന്. നെക്സ്റ്റ് ഒരു തിയറിയാണ് യൂറോപ്യൻ തിയറി എന്ന് പറയുന്നത്. എന്താണ് യൂറോപ്യൻ തിയറി? ഇതിലെന്താണ് പറയുന്നത്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആര്യൻസിൻ്റെ ഹോംലാൻഡ് എന്നത് യൂറോപ്പ് എന്നാണ് സർ വില്യം ജോൺസ് എന്ന ബ്രിട്ടീഷ് ഫിലോളജിസ്റ്റ് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്. അപ്പം എന്താണ് ആര്യൻസിൻ്റെ ഹോംലാൻഡ് എന്ന് പറയുന്നത് യൂറോപ്പാണ് എന്ന് സർ വില്യം ജോൺസ് എന്ന ബ്രിട്ടീഷ് ഫിലോളജിസ്റ്റ് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു. ഇദ്ദേഹം ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയോ? ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ, സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി. അപ്പോൾ ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത്. ഏതൊക്കെ ഭാഷകൾ തമ്മിലാണ്? ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ ആൻഡ് സംസ്കൃത്. അപ്പം ഇത്രയും ഭാഷകൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയ ശേഷം യൂറോപ്യൻ തിയറി എന്നൊരു തിയറി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, സംസ്കൃതം വേർഡ്സ് ആയ പിട്രി, മട്രി എന്നീ വാക്കുകൾ ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള പാറ്റർ ആൻഡ് മാറ്റർ എന്നിവയ്ക്ക് സിമിലർ ആണെന്ന് ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഇപ്പം എന്തൊക്കെയാണ്? സംസ്കൃത വേർഡ്സ് ആയിട്ടുള്ള പിട്രി, മട്രി എന്നിവ ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള പാറ്റർ ആൻഡ് മാറ്ററിന് സിമിലർ ആണെന്ന് ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. സോ ഈ ഒരു നിഗമനത്തിലാണ് അദ്ദേഹം യൂറോപ്യൻ തിയറി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സ്ഥാപനം സ്ഥാപിച്ചത് ആരാണ്? സർ വില്യം ജോൺസ് ആണ്. അപ്പം എന്താണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം സ്ഥാപിച്ചത് ആരാണ്? സർ വില്യം ജോൺസ് ആണ്. അപ്പം എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ
മുൻഗാമി എന്നറിയപ്പെടുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 സ്ഥാപിച്ചത് ആരാണ്? ഈ സർ വില്യം ജോൺസ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് യൂറോപ്യൻ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ അദ്ദേഹം പറയുന്നത് ആര്യന്മാരുടെ ഹോംലാൻഡ് യൂറോപ്പാണ്. അവിടെ നിന്നുമാണ്, അതായത് യൂറോപ്പിൽ നിന്നുമാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് വന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഭാഷകൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടാണ്. ഏതൊക്കെ ഭാഷകളാണ് അദ്ദേഹം പഠിക്കാനായിട്ട് എടുത്തത്? ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ, സംസ്കൃതം എന്നീ ഭാഷകൾ എന്ത് ചെയ്തു? അദ്ദേഹം താരതമ്യ പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സംസ്കൃതത്തിലെയും ലാറ്റിൻ ഭാഷയിലെയും ചില വേർഡ്സുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. സോ ഇങ്ങനെയാണ് ഇദ്ദേഹം യൂറോപ്യൻ തിയറി എന്ന ആ ഒരു തിയറിയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സ്ഥാപനം 1784 സ്ഥാപിച്ചത് ആര് തന്നെയാണ്? സർ വില്യം ജോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറിയാണ് ഇന്ത്യൻ തിയറി എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആര്യന്മാർ ഇന്ത്യക്കാർ തന്നെയാണെന്ന്, അതായത് ആര്യന്മാർ സപ്തസിന്ധുവിൻ്റെ തന്നെ നാട്ടുകാരാണെന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇന്ത്യൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനവർ തെളിവായിട്ട് നൽകിയിട്ടുള്ളത് എന്താണെന്നറിയോ? ഇതിന് തെളിവായിട്ട് പറയുന്നത് ആര്യന്മാരുടെ കൃതികളായിട്ടുള്ള വേദിക് ടെക്സ്റ്റുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ചില ബലിച്ചടങ്ങുകൾ, യാഗങ്ങൾ, ചില ഭൂപ്രദേശങ്ങൾ ഇവ ഇന്ത്യയിൽ തന്നെ ഉള്ളവയാണ്. അതുകൊണ്ട് ആര്യന്മാർ ഇന്ത്യയിൽ തന്നെ ഉള്ളവരാണ് എന്നൊരു വസ്തുതയാണ് ഇന്ത്യൻ തിയറിയിൽ അവർ പറയുന്നത്. ഈ ഒരു തിയറിയുമായിട്ട് മുന്നോട്ട് വന്ന ആർക്കിയോളജിസ്റ്റുകൾ ആരാണെന്നറിയോ? ഒന്ന് AC ദാസ്, പിന്നെ ഉള്ളത് ഡോക്ടർ സമ്പൂർണാനന്ദ്, ദെൻ ഗംഗനാഥ് ജ. അപ്പം എന്താണ്? AC ദാസ്, ഡോക്ടർ സമ്പൂർണനാഥ്, ദെൻ ഗംഗനാഥ് ജ എന്നിവരാണ് എന്താണ് ഈ ഒരു തിയറിയുമായിട്ട്, അതായത് ഇന്ത്യൻ തിയറിയെ സപ്പോർട്ട് ചെയ്ത ആർക്കിയോളജിസ്റ്റുകാരാണ് ഈ 3 പേരെന്ന് പറയുന്നത്. കൂടാതെ ഗുജറാത്തിലെ രാഖി ഗർഹി, ഏത് പ്രദേശമാണ്? ഗുജറാത്തിലെ രാഖി ഗർഹി എന്ന പ്രദേശത്ത് നിന്ന് ലഭിച്ച 4600 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വുമണിൻ്റെ സ്കെൽട്ടൻ. ഏതാണ്? ഗുജറാത്തിൽ രാഖി ഗർഹി എന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 4600 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വുമണിൻ്റെ സ്കെൽട്ടൻ കിട്ടി. സോ ആ ഒരു വുമൻ്റെ സ്കെൽട്ടനിൽ DNA അനാലിസിസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് എന്താണ്, അവർക്ക് ചില കണ്ടെത്തലുകളൊക്കെ അവർ കണ്ടുപിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആര്യൻ മൈഗ്രേഷൻ തിയറി തെറ്റാണെന്ന് വാദിക്കുകയും ചെയ്തു. ഏത് തിയറി തെറ്റാണെന്നാണ് വാദിക്കുന്നത്? ആര്യൻ മൈഗ്രേഷൻ തിയറി തെറ്റാണെന്ന് ആര് വാദിക്കുന്നു? ഇന്ത്യൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നവർ വാദിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ രാഖി ഗർഹി എന്ന പ്രദേശത്ത് നിന്നും 4600 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വുമണിൻ്റെ സ്കെൽട്ടൺ കിട്ടിയെന്ന് പറഞ്ഞു. അതിന് DNA അനാലിസിസ് നടത്തിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ DNA അനാലിസിസ് നടത്തിയപ്പോൾ ഇതിലെ ജനറ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള DNAയുടെ കണ്ടന്റ് പറയുന്നത് പുരാതന ഇറാനികളുടെയും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ജനതയുടെ DNA-യുമായിട്ടൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് മനസ്സിലായി. മാത്രവുമല്ല മറ്റു നാടുകളിലെ ജനതയുമായിട്ട്, അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറിയതാണെന്ന് പറഞ്ഞല്ലോ. സോ ആ ഒരു സ്ഥലത്തെ ജനതയുമായിട്ട് ഇവർക്ക് സിമിലാരിറ്റി ഒന്നും ഇല്ല എന്നും DNA അനാലിസിസിലൂടെ റിസൾട്ടിലൂടെ എന്താണ് ഇവർ വാദിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇന്ത്യൻ തിയറി എന്ന് പറയുന്നത്? ആര്യന്മാർ സപ്തസിന്ധുവിൻ്റെ തന്നെ നാട്ടുകാരാണെന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇന്ത്യൻ തിയറി എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കിയോളജിസ്റ്റുകൾ ആരൊക്കെയാണ്? AC ദാസ്, ഡോക്ടർ സമ്പൂർണാനന്ദ്, ദെൻ ഗംഗനാഥ് ജ എന്നിവരാണ് തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു ടേമാണ് സപ്തസിന്ധു എന്നത്. സോ എന്താണ് സപ്തസിന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം 7 മേജർ റിവേഴ്സ് പഞ്ചാബിൽ കാണുന്നത് കൊണ്ടാണ് വേദിക് ലിറ്ററേച്ചറിൽ പഞ്ചാബിനെ സപ്തസിന്ധു എന്ന് വിളിച്ചിരുന്നത്. അപ്പം എന്താണ്? വേദിക് ലിറ്ററേച്ചറിൽ പഞ്ചാബിനെയാണ് സപ്തസിന്ധു എന്ന് വിളിച്ചിരുന്നത്. കാരണം അവിടെ 7 പ്രധാനപ്പെട്ട നദികൾ കാണുന്നത് കൊണ്ടാണ്. ഏതാണ് ആ 7 പ്രധാനപ്പെട്ട നദികൾ എന്നറിയാമോ? ഒന്ന് സരസ്വതി നദി, പിന്നെ ഒന്ന് എന്താണ്? സിന്ധു നദി, ദെൻ സിന്ധു നദിയുടെ 5 ഉപനദികൾ. 5 ഉപനദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സത്ലജ്, രവി, ബിയാസ്, ചെനാബ്, ജലം എന്നിവയാണ് സിന്ധു നദിയുടെ 5 ഉപനദികൾ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടി ചേർത്താണ് സിന്ധു എന്ന് പഞ്ചാബിനെ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പം എന്താണ്? വേദിക് ലിറ്ററേച്ചറിൽ പഞ്ചാബിനെ സപ്തസിന്ധു എന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. കാരണം അവിടെ 7 പ്രധാനപ്പെട്ട നദികൾ കാണുന്നത് കൊണ്ടാണ്. ഏതാണ് 7 പ്രധാനപ്പെട്ട നദികൾ? ഒന്ന് സരസ്വതി നദി, ദെൻ സിന്ധു നദി, അത് കഴിഞ്ഞ് സിന്ധു നദിയുടെ 5 ഉപനദികളായിട്ടുള്ള സത്ലജ്, രവി, ബിയാസ്, ചെനാബ് ആൻഡ് ജലം എന്ന് പറയുന്ന നദികൾ. ഓക്കെ, കൂടാതെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ പഞ്ചാബിലും വടക്കു പാകിസ്ഥാനിലുമായിട്ടാണ് സപ്തസിന്ധു എന്ന പ്രദേശം കാണപ്പെടുന്നത്. അപ്പം എന്താണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ പഞ്ചാബിലും വടക്കു പാകിസ്ഥാനിലുമായിട്ടാണ് സപ്തസിന്ധു കാണപ്പെടുന്നത്. കൂടാതെ സപ്തസിന്ധു എന്ന ഏരിയയുടെ കിഴക്കു ഭാഗത്തായിട്ട് സരസ്വതി നദിയും അതിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് സിന്ധു നദിയും സിന്ധു നദിയുടെ ഉപനദികളായിട്ടുള്ള 5 നദികളുമാണ് വരുന്നത്. സപ്തസിന്ധു
എന്ന ഏരിയയുടെ കിഴക്കു ഭാഗത്തായിട്ട് ഏത് നദിയാണ്? സരസ്വതി നദിയാണ്. വെസ്റ്റ് ഭാഗത്തായിട്ട് ഏത് നദിയാണ്? സിന്ധു നദിയും സിന്ധു നദിയുടെ ഉപനദികളുമായിട്ടുള്ള 5 നദികളാണ്. ഏതൊക്കെയാണ് 5 നദികൾ? നമ്മൾ പറഞ്ഞു സത്ലജ്, രവി, ബിയാസ്, ചെനാബ്, ദെൻ ഝലം. പക്ഷേ ഈ വേദിക് ലിറ്ററേച്ചറിൽ ഈ സത്ലജ്, രവി, ബിയാസ്, ചെനാബ്, ഝലം എന്ന സിന്ധു നദിയുടെ ഉപനദികളെ മറ്റു പേരിലാണ്, അതായത് ചില പൗരാണിക പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. സോ അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പരുഷ്ണി എന്ന് പറയുന്നത് ഏതാണ്? രവി നദിയെ സൂചിപ്പിക്കുന്ന ഒരു പൗരാണിക പേരാണ് എന്തെന്ന് പറയുന്നത്? പരുഷ്ണി എന്ന് പറയുന്നത്. അതുപോലെ ബിയാസിനെ ആണെങ്കിൽ വിപാസ, ജലത്തിനെ ആണെങ്കിൽ വിതാസ്ത, ചെനാബിനെ ആണെങ്കിൽ അസക്കിനി. സോ ഈ ഒരു പഴയ പേരുകളിലാണ് വേദിക് ലിറ്ററേച്ചറിൽ ഈ സിന്ധു നദിയുടെ 5 ഉപനദികളെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണവ? പരുഷ്ണി എന്നത് രവിയുടെ പൗരാണിക നാമം, വിപാസ എന്ന് പറഞ്ഞത് ബിയാസിന്റെ പൗരാണിക നാമം, വിതാസ്ത എന്നത് ജലത്തിന്റെ, അസക്കിനി എന്നുള്ളത് ചിനാബിന്റെയും. സോ ഇത്രയുമാണ് സപ്തസിന്ധുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിൽ സരസ്വതി നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പുരാതന ഇന്ത്യൻ ചരിത്രങ്ങളിൽ പരാമർശമുള്ളതും എന്നാൽ ഇന്ന് നിലവിലില്ലാത്തതുമായിട്ടുള്ളൊരു നദിയാണ് സരസ്വതി നദി എന്ന് പറയുന്നത്. എന്താണ്? പുരാതന ഇന്ത്യൻ ചരിത്രങ്ങളിൽ പരാമർശമുള്ളതും എന്നാൽ ഇന്ന് നിലവിലില്ലാത്തതുമായിട്ടുള്ളൊരു നദിയാണ് സരസ്വതി നദി എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും പാകിസ്ഥാന്റെ കിഴക്കു ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന ഖഗ്ഗർ ഹാക്ര നദിയുടെ ഒപ്പം ഒഴുകിയിരുന്ന ഒരു നദിയായിരുന്നു സരസ്വതി റിവർ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും പാകിസ്ഥാന്റെ കിഴക്കു ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന ഖഗ്ഗർ ഹാക്ര നദിയുടെ ഒപ്പം ഒഴുകിയിരുന്ന ഒരു നദിയായിരുന്നു സരസ്വതി നദി എന്ന് പറയുന്നത്. എന്നാൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് കാലാവസ്ഥാ വ്യതിയാനവും ചില ടെക്ടോണിക് ഷിഫ്റ്റുകളും കാരണം ഈ നദി വരണ്ടുണങ്ങിപ്പോയെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം എന്താണ് സരസ്വതി റിവർ എന്ന് പറയുന്നത്? പുരാതന ഇന്ത്യൻ ചരിത്രങ്ങളിൽ പരാമർശമുള്ളതും എന്നാൽ ഇന്ന് നിലവിലില്ലാത്തതുമായിട്ടുള്ളൊരു നദിയാണ് സരസ്വതി നദി എന്ന് പറയുന്നത്. ഇത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ ചില ടെക്ടോണിക് ഷിഫ്റ്റുകളൊക്കെ കാരണം വരണ്ടുണങ്ങിപ്പോയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു തിയറിയാണ് ആർട്ടിക് റീജിയൻ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ബാലഗംഗാധര തിലകൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് എന്ന് പറയുന്നത്. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം ആർട്ടിക് റീജിയൻ തിയറിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നതും. ഓക്കെ, അപ്പം ഈ ഒരു തിയറി എന്താണ് പറയുന്നത്? നോർത്തേൺ ആർട്ടിക് വിഭാഗത്തിൽ നിന്നും വന്നവരാണ് ആര്യന്മാർ എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. എന്താണ്? നോർത്തേൺ ആർട്ടിക് വിഭാഗത്തിൽ നിന്നും വന്നവരാണ് ആര്യന്മാർ എന്ന് പറയുന്ന തിയറിയാണ് ആർട്ടിക് റീജിയൻ തിയറി. ഈ തിയറി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റാണ് ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ആർട്ടിക് ഹോം ഇൻ ദ വേദാസ്. ഓക്കെ, ദ നെക്സ്റ്റ് തിയറിയാണ് ടിബറ്റ് തിയറി. എന്താണ് ടിബറ്റ് തിയറി എന്ന് പറയുന്നത്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആര്യന്മാർ ടിബറ്റിൽ നിന്നും വന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. എന്താണ്? ആര്യന്മാർ ടിബറ്റിൽ നിന്നും വന്നു എന്നാണ് ടിബറ്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തിയറിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത ഒരു ഹിന്ദു ഫിലോസഫറാണ് സ്വാമി ദയാനന്ദ സരസ്വതി. എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതി എന്ന ഹിന്ദു ഫിലോസഫർ എന്ത് ചെയ്തു? ടിബറ്റ് തിയറിയെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സോ ഇത്രയുമാണ് ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തിയറീസ് എന്ന് പറയുന്നത്. ആര്യൻ മൈഗ്രേഷൻ തിയറി, സെൻട്രൽ ഏഷ്യൻ തിയറി, യൂറോപ്യൻ തിയറി, ഇന്ത്യൻ തിയറി, ആർട്ടിക് റീജിയൻ തിയറി, ദെൻ ടിബറ്റ് തിയറി. അപ്പോൾ ഇതിൽ മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ആര്യൻ മൈഗ്രേഷൻ തിയറിയാണ്. എന്നിരുന്നാലും മാക്സ് മുള്ളറിൻ്റെ സെൻട്രൽ ഏഷ്യൻ തിയറിയും ഏറെക്കുറെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി കൂടിയാണ്. ആര്യ കാലഘട്ടത്തിൽ ആര്യൻ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം നീതിമാനും കുലീനനുമായ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? നീതിമാനും കുലീനനുമായ ഒരാളെ, അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്നൊക്കെ എന്തിനർത്ഥമുണ്ട്? ആര്യൻ എന്ന സംസ്കൃതം വാക്കിന് അർത്ഥമുണ്ട്. ഓക്കെ, ആര്യ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ആര്യ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ 4 വേദങ്ങളും രചിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ നമ്മൾ വേദകാലഘട്ടം എന്നുകൂടി പറയുന്നത്. ഓക്കെ, സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷം വന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ആര്യ കാലഘട്ടം. 1500 BC-ക്കും 600 BC-ക്കും ഇടയ്ക്കായിട്ടാണ് ആര്യന്മാരുടെ കാലഘട്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇരുമ്പ്, കുതിര, കരിമ്പ് കൃഷി എന്നിവ കൊണ്ടുവന്നതും ആരാണ്? ആര്യന്മാരാണ്. ഓക്കെ, ഇപ്പം എന്താണ്? ഇന്ത്യയിൽ ഇരുമ്പ്, കുതിര, കരിമ്പ് കൃഷി എന്നിവ കൊണ്ടുവന്നത് ആരാണ്? ആര്യന്മാരാണ്. ഗോതമ്പിൻ്റെ നിറമാണ് ആര്യന്മാർക്കുള്ളതെന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യം എത്തുന്നത് പഞ്ചാബ് സപ്തസിന്ധുവിൻ്റെ പ്രദേശത്താണ്. അപ്പം എന്താണ്? ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യം എത്തുന്നത് എവിടെയാണ്? പഞ്ചാബ് സപ്തസിന്ധുവിൻ്റെ പ്രദേശത്താണ്. അപ്പോൾ സപ്തസിന്ധു എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആര്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആര്യൻ എന്ന് പറഞ്ഞ ആ ഒരു സംസ്കൃതം വേർഡിൻ്റെ മീനിങ് എന്താണ്? നീതിമാനും കുലീനനുമായ ഒരാളെ സൂചിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്നൊരു മീനിങ് ഒക്കെ ആർക്കുണ്ട്? ആര്യൻ എന്ന സംസ്കൃതം വാക്കിനുണ്ട്. ഓക്കെ, ഏകദേശം 1500 BC-ക്കും 600 BC-ക്കും ഇടയ്ക്കായിട്ടാണ് ആര്യന്മാരുടെ കാലഘട്ടം വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ 4 വേദങ്ങളും രചിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇരുമ്പ്, കുതിര, കരിമ്പ് കൃഷി എന്നിവ കൊണ്ടുവന്നതും ആരാണ്? ആര്യന്മാരാണ്. ഗോതമ്പിന് നിറമുള്ള ഈ ആര്യന്മാർ ആദ്യം ഇന്ത്യയിൽ എത്തുന്നത് ഏത് ഭാഗത്താണ്? പഞ്ചാബ് സപ്തസിന്ധുവിൻ്റെ പ്രദേശത്താണ്. അപ്പോൾ
ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് തന്നെ സിന്ധു നിവാസികൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സിന്ധു നിവാസികൾ സെറ്റിൽഡ് ലൈഫായിരുന്നു ആ സമയത്ത് നയിച്ചിരുന്നത്. കാരണം അവരെന്താണ്, കൃഷിയൊക്കെ ചെയ്താണ് അവർ ആ സമയത്ത് ജീവിച്ചിരുന്നത് അല്ലേ. അപ്പം ഈ ഒരു സെറ്റിൽഡ് ലൈഫ് നയിച്ചിരുന്ന സിന്ധു നിവാസികളുടെ ഇടയിലേക്കാണ് ആര് വരുന്നത്? നൊമാഡിക് പീപ്പിളായിട്ടുള്ള ആര്യന്മാർ സിന്ധു നിവാസികൾ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ നൊമാഡിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാമെന്നാണ്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആര്യന്മാർ എന്ത് ചെയ്യുന്നു? സിന്ധു നിവാസികൾ അധിവസിച്ചിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്ന ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുകയാണ്. സോ സംസ്കൃതത്തിൽ ഒരു പ്രാചീന രൂപമായിരുന്നു ആര്യന്മാർ ഭാഷയായിട്ട് ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. എന്താണ്? സംസ്കൃതത്തിൻ്റെ ഒരു പ്രാചീന രൂപമായിരുന്നു ആര്യന്മാർ ഭാഷയായിട്ട് ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ കുതിരകൾ ഉപയോഗിച്ചിട്ടുള്ള രഥങ്ങളിലുമൊക്കെയായിരുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത്. എന്താണ്? കുതിരകൾ ഉപയോഗിച്ചുള്ള രഥങ്ങളിലുമായിരുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പം എന്താണ്? സെറ്റിൽഡ് ലൈഫ് നയിച്ചിരുന്ന സിന്ധു നിവാസികളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആര്യന്മാർ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുതിരകൾ ഉപയോഗിച്ചിട്ടുള്ള രഥങ്ങളിലുമായിട്ട് എവിടേക്ക് കുടിയേറുകയാണ്? ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ്. ആ സമയത്ത് ആര്യന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ ഒരു പ്രാചീന രൂപമായിരുന്നു. മധ്യ ഏഷ്യയിൽ താമസിച്ചിരുന്ന ആര്യന്മാർ ഏകദേശം BC 2000 അടുപ്പിച്ചാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പം എന്താണ്? മധ്യ ഏഷ്യയിൽ താമസിച്ചിരുന്ന ആര്യന്മാർ ഏകദേശം BC 2000 അടുപ്പിച്ചിട്ടാണ് ഇന്ത്യയിലേക്കുള്ളൊരു യാത്ര അവർ തുടങ്ങിയത്. അപ്പോൾ യാത്രാമധ്യേ അവർ ഇറാനിൽ സെറ്റിലാവുന്നുണ്ട്. കുറച്ചു കാലം അവർ അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. ശേഷം ഇറാനിൽ നിന്ന് ഹിന്ദുക്കുഷ് മലനിരകളിലൂടെയും അതേപോലെ ഖൈബർ ചുരത്തിലൂടെയും സഞ്ചരിച്ച് ഏകദേശം 1500 BCയിലാണ് ഇവർ ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ്? മധ്യ ഏഷ്യയിൽ താമസിച്ചിരുന്ന ആര്യന്മാർ ഏകദേശം BC 2000 അടുപ്പിച്ചാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ യാത്രാമധ്യേ അവർ ഇറാനിൽ സെറ്റിലാവുന്നുണ്ട്. കുറച്ചു കാലം അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ഇറാനിൽ നിന്ന് ഹിന്ദുക്കുഷ് മലനിരകളിലൂടെയും ഖൈബർ ചുരത്തിലൂടെയും സഞ്ചരിച്ച് ഏകദേശം ഒരു 1500 BC ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന സിന്ധു നിവാസികൾ താമസിച്ചിരുന്ന പ്രദേശത്താണ്, അതായത് പഞ്ചാബ് ഭാഗത്തായിട്ടാണ് ഇവർ ആദ്യം എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇവരുടെ ഈ ഒരു ജീവിത കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏർലി വേദിക് പീരീഡ് അല്ലെങ്കിൽ ഋഗ്വേദ കാലഘട്ടവും, രണ്ട് ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദ കാലഘട്ടം എന്നും പറയും. ഏർലി വേദിക് പീരീഡിനെ ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കുന്നത്. ആ കാലഘട്ടം ഏതാണ്? 1500 BCക്കും 1000 BCക്കും ഇടയ്ക്കാണ്. അതിനുശേഷമാണ് ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള 3 വേദങ്ങളായിട്ടുള്ള അഥർവവേദം, സാമവേദം, യജുർവേദം ഒക്കെ രചിക്കുന്നത് ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദ കാലഘട്ടത്തിലാണ്. സോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1000 BCക്കും 600 BCക്കും ഇടയ്ക്കാണെന്നും ഓർക്കുക. ഇന്ത്യയിൽ പഞ്ചാബിൽ ആദ്യമായി ആര്യന്മാർ എത്തിപ്പെട്ടതിന് ശേഷം രചിച്ച വേദമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തെ നമ്മൾ ആദ്യ വേദം എന്നും പറയുന്നുണ്ട്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് എഴുതുന്നത്. ഓക്കെ. എന്നാൽ റിട്ടൺ എവിഡൻസ് ആയിട്ട് അവർ സൂക്ഷിച്ചു എന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. ഇവിടെയുള്ളവർ ആ ഋഗ്വേദം വാമൊഴിയായി പഠിക്കുകയും ഓർത്തു വെച്ച് പരസ്പരം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ഒടുവിൽ ഈ വിവരങ്ങളെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി രചിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ റിട്ടൺ പതിപ്പ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം 1040 ADയിലാണ്. അപ്പോൾ ഒരു പാം ലീഫിലായിരുന്നു ഇത് എഴുതി സൂക്ഷിച്ചിരുന്നത്. ഈ ഒരു ഋഗ്വേദത്തിൽ നിന്നാണ് അന്നത്തെ ആര്യന്മാരുടെ ജീവിതവും അവരുടെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം എന്താണ്? ഇന്ത്യയിൽ പഞ്ചാബിൽ ആദ്യമായിട്ട് ആര്യന്മാർ എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. സോ എത്തിയതിന് ശേഷമാണ് അവർ ആദ്യ വേദമായ ഋഗ്വേദം രചിക്കുന്നത്. അത് രചിക്കുന്നത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപാണെന്നും പറഞ്ഞു. എന്നാൽ അവർ പഞ്ചാബിൽ എത്തിയതിന് ശേഷം ഉടനെ എഴുതി എന്നല്ല അർത്ഥമാക്കുന്നത്. വാമൊഴിയായിട്ട് പല തലമുറകളിലൂടെ കൈമാറി വരികയും ഒടുവിൽ അതെന്ത് ചെയ്തു? അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അവർ രചിക്കുകയുമാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ റിട്ടൺ പതിപ്പ് ലഭിക്കുന്നത് ഏകദേശം 1040 ADയിലാണ്. ഒരു പാം ലീഫിലായിരുന്നു അവരത് എഴുതി സൂക്ഷിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഋഗ്വേദത്തിൽ നിന്നാണ് അന്നത്തെ ആര്യന്മാരുടെ ജീവിതവും അവരുടെ സോഷ്യൽ സ്ട്രക്ചറൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഏർലി വേദിക് പീരീഡിലാണ് ഋഗ്വേദം എഴുതിയെന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തെ അതുകൊണ്ട് ഋഗ്വേദ കാലഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവർ പഞ്ചാബ് അല്ലെങ്കിൽ സപ്തസിന്ധു പ്രദേശത്താണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ. എന്നിട്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് പഞ്ചാബിലേക്ക് ആദ്യം ആര്യന്മാർ താമസം ഉറപ്പിക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലായിട്ട് പഞ്ചാബിലേക്ക് ആരെത്തിപ്പെടുകയാണ്? ആര്യന്മാർ എത്തിച്ചേരുകയാണ്. അപ്പോൾ ആദ്യ സമയത്ത് ഇടയ ജീവിതമായിരുന്നു ഇവരുടെ ഒരു ജോലി. ഇടയ ജീവിതമായിരുന്നു ഇവരുടെ ജോലി. കന്നുകാലികളെ മേയ്ക്കലും അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെയായിരുന്നു ഇവരുടെ ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നീടാണ് ഇവർ ഉത്തരേന്ത്യൻ ഭാഗമായ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലുള്ള ഗംഗാതടത്തിലേക്ക് കുടിയേറുന്നത്. അപ്പം ആദ്യം ഇവർ എവിടെ വന്നു? പഞ്ചാബിൽ വന്നു. അവിടെ വന്ന് ഇടയ ജീവിതമൊക്കെ അവർ നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെങ്ങോട്ടേക്ക് കുടിയേറുകയാണ്? ഉത്തരേന്ത്യൻ ഭാഗമായിട്ടുള്ള ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലേക്ക് എന്നീ പ്രദേശങ്ങളിലുള്ള ഗംഗാതടത്തിലേക്ക് ഇവർ കുടിയേറുകയാണ്. അപ്പോൾ ഇവരുടെ കൈവശം
അത്യാവശ്യം എന്തുണ്ടായിരുന്നു, ഇരുമ്പ് ആയുധങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആര്യന്മാരാണ് ഇരുമ്പ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് അവരെന്താണ് കാടൊക്കെ വെട്ടിത്തളിച്ചിട്ടാണ് ഗംഗാ നദീതടത്തിലേക്ക് അവർ കുടിയേറുന്നത്. ഈ ഒരു കുടിയേറ്റത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആര്യാവർത്തനം എന്നാണ്. എന്താണ് ആര്യാവർത്തനം എന്നാണ് ആ ഒരു കുടിയേറ്റത്തെ അറിയപ്പെടുന്നത്. സോ ഈ പ്രദേശത്ത് എത്തിയതിന് ശേഷമാണ് ലേറ്റർ വേദിക് പീരീഡ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് അവർ ബാക്കി 3 വേദങ്ങളായിട്ടുള്ള അഥർവവേദം, സാമവേദം, യജുർവേദം എന്നീ വേദങ്ങൾ രചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേദങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇവരുടെ ജീവിത രീതികളും അവരുടെ സോഷ്യൽ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ ആര്യന്മാർ ഗംഗാതലത്തിൽ അധിവസിക്കുന്ന കാലമുണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് ഇരുമ്പ് യുഗവും ആരംഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇരുമ്പ് കൊണ്ടുവന്ന ആരാണ്, ആര്യന്മാരാണ്. അവർ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസം ഉറപ്പിച്ച ആ കാലഘട്ടം 1000 BC മുതലാണ്. സോ ആ സമയത്ത് ഇരുമ്പ് യുഗവും ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യ വേദമായിട്ടുള്ള ഋഗ്വേദത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഋഗ്വേദത്തിൽ ദൈവസ്തുതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഋഗ്വേദത്തിൽ കൂടുതലായിട്ടും എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ദൈവസ്തുതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ കാലഘട്ടത്തിൽ ആര്യന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ ആര്യന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ് ഋഗ്വേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഇത് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ ഓരോ മണ്ഡലങ്ങളെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനെ പിന്നീട് സൂക്തങ്ങളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഋഗ്വേദം എന്ന് പറഞ്ഞ ആ ഒരു ഗ്രന്ഥത്തിന് 10 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 10 ചാപ്റ്റേഴ്സിനെ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൂക്തങ്ങളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. സൂക്തങ്ങളാകെ 1028 സൂക്തങ്ങളാണ് ഉള്ളത്. എത്രയാണ്, 1028 സൂക്തങ്ങളാണ് ഉള്ളത്. അതുപോലെ ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് 1, 8, 9, 10 എന്നീ മണ്ഡലങ്ങൾ പിന്നീട് ഋഗ്വേദത്തിൽ കൂട്ടിച്ചേർത്തതാണ്. അപ്പം എന്താണ്, ഋഗ്വേദത്തിലാകെ 10 മണ്ഡലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനെ പിന്നീട് 1028 സൂക്തങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 10 മണ്ഡലങ്ങളിൽ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ളവയാണ്. അതുപോലെ 1, 8, 9, 10 എന്നീ മണ്ഡലങ്ങളാണ് പിന്നീട് ഋഗ്വേദത്തിൽ കൂട്ടിച്ചേർത്തതായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നീട് അഗ്നിമീളെ പുരോഹിതം. എന്താണ്, അഗ്നിമീളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഏത് വേദമാണെന്നറിയാമോ, ഈ ഋഗ്വേദമാണ്. അപ്പം എന്താണ്, അഗ്നിമേളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഋഗ്വേദമാണ്. അപ്പം അതുകൊണ്ട് ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ എന്ന് പറയുന്നത് ഏതാണ്, അഗ്നിയാണ്. ഓക്കെ, അപ്പം എന്താണ്, അഗ്നിമേളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഋഗ്വേദമാണ്. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ ആരാണ്, അഗ്നിയാണ്. എന്നാൽ ഋഗ്വേദത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദേവൻ ആരാണെന്നറിയോ, ഇന്ദ്രനാണ്. ഓക്കെ, ഋഗ്വേദത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദേവൻ ഏതാണ്, ഇന്ദ്രനാണ്. പിൽക്കാലത്ത് ഇന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ദേവന് പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടും മറ്റ് ദേവന്മാരെന്താണ് ആരാധനാപാത്രമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഋഗ്വേദം എന്ന് പറയുന്നത്, ദേവസ്തുതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു ആര്യന്മാരുടെ ആദ്യ കാലഘട്ടത്തിൽ ഇവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഈ ഒരു ഋഗ്വേദം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ 10 മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 1028 സൂക്തങ്ങളായിട്ട് ഇവയെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങളുണ്ടെങ്കിലും 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് 1, 8, 9, 10 എന്നീ മണ്ഡലങ്ങൾ പിന്നീട് ഋഗ്വേദത്തിൽ കൂട്ടിച്ചേർത്തതുമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഗ്നിമീള പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഏതിലാണ്, ഋഗ്വേദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവനുമാരാണ്, അഗ്നിയാണ്. പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ അഗ്നിയാണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള ദേവൻ ഏതാണ്, ഇന്ദ്രനാണെന്നും ഓർത്തിരിക്കുക, തിരിഞ്ഞു പോകരുത്. പക്ഷെ ശേഷം എന്താണ്, ഇന്ദ്രൻ എന്നുള്ളൊരു ദേവന് പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ വരുന്ന കുറച്ച് ഭാഷകളാണ് ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം എന്നൊക്കെ പറയുന്നത്. സോ ഈ ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ തന്നെ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് എന്തെന്ന് പറയുന്നത്, ഋഗ്വേദം എന്ന് പറയുന്നത്. അതുപോലെ ആദ്യകാല ആര്യന്മാരുടെ ജീവിതവും വർണ്ണവ്യവസ്ഥയും, അതായത് ജാതി വ്യവസ്ഥയെ പറ്റിയൊക്കെ ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. അപ്പം എന്താണ്, ആദ്യകാല ആര്യന്മാരുടെ ജീവിതവും വർണ്ണവ്യവസ്ഥയും ഒക്കെ എവിടെ പറയുന്നുണ്ട്, ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആദ്യ കൃതിയും ഏതാണ്, ഋഗ്വേദമാണ്. ഓക്കെ, അപ്പോൾ ഋഗ്വേദത്തിലെ 10ാമത്തെ മണ്ഡലത്തിൻ്റെ പുരുഷ സൂക്തത്തിലാണ് ഈ ഒരു പരാമർശമുള്ളത്. അതായത് ഇന്ത്യയിൽ വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആദ്യത്തെ കൃതി ഋഗ്വേദമാണെന്ന് പറഞ്ഞു. ഋഗ്വേദത്തിൽ തന്നെ 10ാം മണ്ഡലത്തിൻ്റെ പുരുഷ സൂക്തത്തിലാണ് ഈ ഒരു പരാമർശം ഉള്ളത്. കൂടാതെ ഈ 10ാം മണ്ഡലത്തിൽ തന്നെ നദിയെ പറ്റിയിട്ടുള്ള സ്തുതികൾ പറയുന്നുണ്ട്. അതുപോലെ വിവാഹവും മരണവുമായി ബന്ധപ്പെട്ട സൂക്തങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയാണ്,
10ാമത്തെ മണ്ഡലത്തിലാണ് പറയുന്നത്. അതുപോലെ ഋഗ്വേദത്തിലെ 3ാമത്തെ സൂക്തത്തിലാണ് ഗായത്രി മന്ത്രം ഉള്ളത്. ഏതാണ്? ഋഗ്വേദത്തിലെ 3ാമത്തെ സൂക്തത്തിലാണ് ഗായത്രി മന്ത്രമുള്ളത്. അപ്പോൾ ഋഗ്വേദ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആദ്യകാല ആര്യന്മാർ വാസമുറപ്പിച്ചിരുന്നത് സിന്ധു നദിയുടെയും അതിൻ്റെ ഉപനദികളുടെയും തീരത്തായതിനാൽ നദികളെ പറ്റിയുള്ള ഒരുപാട് സൂക്തങ്ങൾ ഇവിടെയുണ്ട്, ഋഗ്വേദത്തിലുണ്ട്. അപ്പോൾ എന്താണ്? ഋഗ്വേദ കാലഘട്ടത്തിൽ ആദ്യകാല ആര്യന്മാർ ഋഗ്വേദ കാലഘട്ടത്തിൽ എവിടെയാണ് താമസം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്? സിന്ധു നദിയുടെയും അതിൻ്റെ ഉപനദികളുടെയും തീരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നദികളെ പറ്റിയുള്ള ഒരുപാട് സൂക്തങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. എന്താണ്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു നദിയാണ് സിന്ധു നദി. അപ്പോൾ വളരെ ശ്രേഷ്ഠ നദിയായിട്ട് പറയുന്നത് അല്ലെങ്കിൽ നദിയുടെ ദേവതയായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന നദി ഏതാണ്? അത് സരസ്വതി നദിയാണ്. അപ്പോൾ എന്താണ്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു നദിയാണെങ്കിൽ വളരെ ശ്രേഷ്ഠ നദി അല്ലെങ്കിൽ നദിയുടെയൊക്കെ ദേവതയായിട്ട് അവതരിപ്പിക്കുന്ന നദി ഏതാണ്? സരസ്വതി നദിയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കാം. കുംഭ എന്ന പരാമർശമുള്ള ഋഗ്വേദത്തിലെ ഒരു നദിയാണ് കാബൂൾ നദി എന്ന് പറയുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ്. അതാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകുന്ന കാബൂൾ നദിയെ പറ്റി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് കുംഭ എന്ന പേരിലാണ്. ഓക്കെ, ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന സിന്ധു നദിയുടെ ഉപനദികളെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊന്ന് പറഞ്ഞതാണ്, എന്നിരുന്നാലും ഈ ഒരു ടോപ്പിക്കിലും കൂടെ അത് വരുന്നത് കൊണ്ട് അതൊന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് വിതാസ്ത? വിതാസ്ത എന്ന് പറയുന്നത് ഏത് നദിയെ പറ്റിയിട്ടാണ്? ജലം എന്ന നദിയാണ്. അതുപോലെ അസക്കിനി എന്നുള്ളത് ചിനാബാണ്. ബിപാസ എന്ന് പറയുന്നത് ബിയാസ് ആണ്. ശതദ്രു എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് ആണ്. പരുഷ്ണി നദി എന്ന് പറയുന്നത് രവി നദിയാണ്. ജലം, ചിനാബ്, ബിയാസ്, സത്ലജ്, രവി എന്നീ നദികളുടെ പൗരാണിക നാമങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയും എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇതിൽ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി എന്ന് പറയുന്നത് ഏതാണ്? ബിപാസ എന്ന് പറയുന്ന ബിയാസ് നദിയാണ്. അപ്പം എന്താണ്? ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി ഏതാണ്? ബിപാസ എന്ന ബിയാസ് നദിയാണ്. അതുപോലെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ് സിന്ധു നദിയുടെ? ശതദ്രു എന്ന സത്ലജ് ആണ്. എന്താണ്? ശതദ്രു എന്ന സത്ലജ് ആണ് ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ആദ്യ യുദ്ധം ഏതാണ്? ദശരാജ യുദ്ധമാണ്. എന്താണ്? ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ആദ്യ യുദ്ധം ഏതാണ്? ദശരാജ യുദ്ധം അല്ലെങ്കിൽ ദി ബാറ്റിൽ ഓഫ് ദശരജയാണ്. ഓക്കെ, അപ്പോൾ ആര്യന്മാർ അഭയാർത്ഥികളായി ഇന്ത്യയിൽ വന്നവരാണെന്നും ഇവിടെയുള്ളവരുമായി കലഹിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ബാറ്റിൽ ഓഫ് ദശരജ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആര്യന്മാർ അഭയാർത്ഥികളായി ഇന്ത്യയിൽ വന്നവരാണെന്നും ഇവിടെയുള്ളവരുമായി കലഹിച്ചിരുന്നു എന്നതിനുമുള്ള തെളിവാണ് ഏതെന്ന് പറയുന്നത്? ദശരാജ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം രവി നദിയുടെ തീരത്ത്, അതായത് പരുഷ്ണി നദിയുടെ തീരത്താണ് ഏത് നടന്നത്? ദശരജ യുദ്ധം നടന്നതെന്നും ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഓരോ വേദത്തിനും എന്താണ്? ഒരു ഉപവേദമുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വേദത്തിനും ഒരു ഉപവേദം ഉണ്ടായിരിക്കും. അതുപോലെ ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. ഏതാണ്? ആയുർവേദം. അടുത്ത വേദമാണ് യജുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ യജുർവേദത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? യാഗം, ഹോമം പോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടുള്ള വേദമാണ് യജുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏക വേദവും ഏത് തന്നെയാണ്? യജുർവേദവുമാണ്. അപ്പോൾ ബാക്കിയുള്ള വേദങ്ങളെല്ലാം പദ്യരൂപത്തിലാണ് എഴുതിയിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏക വേദമാണ് യജുർവേദം. ബാക്കിയുള്ള വേദങ്ങളെല്ലാം പദ്യരൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ യജുർവേദത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? യാഗം, ഹോമം പോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. കൂടാതെ ഇതിൻ്റെ ഉപവേദം എന്താണ്? യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം എന്ന് പറയുന്നത്. എന്താണ്? ധനുർവേദം. അടുത്ത വേദമാണ് സാമവേദം എന്ന് പറയുന്നത്. അപ്പോൾ സാമവേദം എന്ന് പറയുന്നത് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടൊരു വേദമാണ്. അതായത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾക്ക് സംഗീതം നൽകി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് സാമവേദം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് സാമവേദം എന്ന് പറയുന്നത്? എന്താണ്? ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾക്ക് സംഗീതം നൽകി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വേദമാണ് സാമവേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാമവേദം സംഗീതാത്മകമാണെന്ന് പറയുന്നത്. എന്താണ്? സാമവേദം സംഗീതാത്മകമാണെന്ന് പറയാൻ കാരണം എന്താണ്? സാമവേദം സംഗീതാത്മകമാണെന്ന് പറയാൻ കാരണം ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾക്ക് സംഗീതം നൽകി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഏത് വേദം എന്ന് പറയുന്നത്? സാമവേദം എന്ന് പറയുന്നത്. അതുപോലെ സാമവേദത്തിൻ്റെ ഉപവേദം ഏതാണ്? അത് ഗന്ധർവവേദമാണ്. എന്താണ്? ഗന്ധർവവേദം. അടുത്ത വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. ഈ അഥർവവേദമാണ് അവസാന വേദമായിട്ട് കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണെന്ന് പ്രതിപാദിക്കുന്ന വേദമാണ് അഥർവവേദം. എന്താണ്? യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണെന്ന് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? അഥർവവേദമാണ്. ഇതൊരു അവസാന വേദമാണ്. അഥർവവേദം
എന്ന് പറയുന്നതാണ് അവസാന വേദം. ദുർമന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. അതായത് ഭൂതം, പ്രേതം, പിശാചുക്കളിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം നൽകുന്ന ആഭിചാര ക്രിയകൾ അടങ്ങുന്ന ഒരു വേദമാണ് ഇത് അഥർവവേദം. അതുകൊണ്ടാണ് ഇത് ദുർമന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഭൂത, പ്രേത, പിശാചുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ആഭിചാര ക്രിയകൾ അടങ്ങുന്ന വേദമാണ് അഥർവവേദം. കൂടാതെ രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യരക്ഷയെക്കുറിച്ചുമുള്ള മന്ത്രങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യരക്ഷയെക്കുറിച്ചുമുള്ള മന്ത്രങ്ങളും അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ശില്പവേദം എന്ന് പറയുന്നത്. എന്താണ്? ശില്പവേദം. അപ്പോൾ ഈ ആയുർവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ഉപവേദമായിട്ടുള്ള ആയുർവേദം ഉദ്ഭവിച്ചതും അഥർവവേദത്തിലാണെന്നുള്ള കാര്യവും കൂടെ എന്ത് ചെയ്യണം? ഓർത്തിരിക്കുക. നമുക്കറിയാം സംസ്കൃത ഭാഷയിലുള്ള ശ്ലോക രൂപത്തിലാണ് ഈ വേദങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. സോ ഇതിൽ ഒരുപാട് വാക്യവാച്യ അർത്ഥങ്ങളുണ്ട്. അതായത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ വേദങ്ങളൊന്നും വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനോ കഴിയില്ല. സോ അതിന് മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവയുടെ അതായത് ഈ വേദങ്ങളുടെ അർത്ഥമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വേദാംഗങ്ങൾ അല്ലെങ്കിൽ വേദാംശങ്ങൾ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, മെയിനായിട്ടും വേദാംഗങ്ങൾ 6 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ശിക്ഷ അല്ലെങ്കിൽ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് വേദങ്ങളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേദങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നതാണ് ശിക്ഷ അല്ലെങ്കിൽ ഫോണറ്റിക്സിൽ പറയുന്നത്. രണ്ടാമത്തെ വേദാംഗമാണ് കൽപ്പം അല്ലെങ്കിൽ റിച്വൽസ് എന്ന് പറയുന്നത്. ഇതിൽ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? കൽപ്പം അല്ലെങ്കിൽ റിച്വൽസിൽ പറയുന്നത്. മൂന്നാമത്തേതാണ് നിരുക്തം അല്ലെങ്കിൽ എറ്റിമോളജി. അതെന്ന് പറയുന്ന ഒറിജിൻ ഓഫ് വേർഡ്സ്. ഈ ഓരോ വേർഡ്സും ഏത് ഭാഷയിൽ നിന്നാണ് ഒറിജിൻ ചെയ്ത് വന്നിരിക്കുന്നതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഛന്ദസ് അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് വൃത്തശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തശാസ്ത്രം എന്ന് പറയുന്നത് ആ ഒരു ഭാഷയുടെ ഗ്രാമർ വശമാണ്. അതുപോലെ ഈ ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? ഓരോ വൃത്തരൂപത്തിലാണ്. ഓക്കെ, അതായത് ഓരോ വൃത്തത്തിലാണ്. അടുത്തതാണ് ജ്യോതിഷം, അത് കഴിഞ്ഞിട്ട് വ്യാകരണം. സോ ഇങ്ങനെ 6 തരത്തിലുള്ള വേദാംഗങ്ങൾ അല്ലെങ്കിൽ വേദാംശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ശിക്ഷ അല്ലെങ്കിൽ ഫോണറ്റിക്സ്, കൽപ്പം അല്ലെങ്കിൽ റിച്വൽസ്, നിരുക്തം അല്ലെങ്കിൽ എറ്റിമോളജി, ഛന്ദസ് അല്ലെങ്കിൽ മെട്രിക്സ്, ജ്യോതിഷം, ദെൻ ലാസ്റ്റ് വൺ വ്യാകരണം. ഇത്രയും വേദാംഗങ്ങൾ അല്ലെങ്കിൽ വേദാംശങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് വേദങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.